ഈ മാസം നടക്കാൻ പോകുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഇനി വരാൻ പോകുന്ന LPUP എക്സാം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണിത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിനോണിംസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം, ഡിബാക്കൽ. എന്താണ് ഡിബാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡിക്ലൈൻ, ഡൗൺഫാൾ, ഡിസ്കംഫിച്ചർ, ഡീജനറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ്റെ അർത്ഥവും പറഞ്ഞു പോകണം, എങ്കിലേ നമുക്ക് സംഭവം പിടികിട്ടത്തുള്ളൂ. ഡിക്ലൈൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പതനം എന്നാണ്. ഡൗൺഫാൾ എന്ന് വെച്ചാൽ എന്താണ്? പതനം എന്നാണ്. ഡിസ്കംഫിച്ചർ എന്ന് വെച്ചാൽ എന്താണ്? അസ്വസ്ഥത. ഡീജനറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശോഷണം അല്ലെങ്കിൽ ച്യുതി എന്നൊക്കെയാണ് ഡീജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഡിക്ലൈനും ഡൗൺഫാളും രണ്ടിൻ്റെ അർത്ഥം പതനം എന്നാണ്. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിക്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയമെടുത്തുണ്ടാകുന്ന നാശം, അത് കുറേ സമയം എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ നാശം സംഭവിച്ച് തീർന്നു പോകുന്നതിന് നമ്മൾ ഡിക്ലൈൻ എന്ന് പറയുന്നത്. എന്നാൽ ഡൗൺഫാളോ പെട്ടെന്നുള്ള പതനത്തെ നമ്മൾ ഡൗൺഫോൾ എന്ന് പറയുന്നത്. ഡിസ്കംഫിച്ചറും ഡീജനറേഷൻ നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ എന്തായിരിക്കും ഡിബാക്കിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? പതനം എന്നായിരിക്കും, അല്ലെങ്കിൽ വീഴ്ച എന്നാണ് ഡിബാക്കിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ രണ്ടെണ്ണം കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു പതനത്തിനും വീഴ്ചയ്ക്കൊക്കെ ഒരേ അർത്ഥമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഡിക്ലൈനും ഡൗൺഫാളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഡിക്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയമെടുത്ത് നാശം സംഭവിക്കുന്ന ഡിക്ലൈൻ. ഡൗൺഫാൾ എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള വീഴ്ച. ഇവിടെ ഡിബാക്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെട്ടെന്നുള്ള പതനം അല്ലെങ്കിൽ വീഴ്ച എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡൗൺഫാൾ ആയിരിക്കും. എന്തായിരിക്കും? ഡൗൺഫാൾ. ഡൗൺഫാളിൻ്റെയും ഡിബാക്കിളിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, പെട്ടെന്നുള്ള വീഴ്ച. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഓസ്ട്രസൈസ്. ഓക്കെ, ഓസ്ട്രസൈസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ബാനിഷ് ആണോ, ബിലിറ്റിൽ ആണോ, ബിഗൈൽ ആണോ, ബിസീജ് ആണോ? എന്താണ് ഓസ്ട്രസൈസ് എന്ന് പറയുന്നത്? അർത്ഥം അകറ്റി നിർത്തുക, മാറ്റി നിർത്തുക എന്നൊക്കെയാണ് ഓസ്ട്രസൈസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ഇവിടെ നോക്കാം, നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. ബാനിഷ് എന്ന് വെച്ചാൽ എന്താർത്ഥം? നാട് കടത്തുക എന്നൊരർത്ഥം ബാനിഷിനുണ്ട്. അകറ്റി നിർത്തുക എന്നൊരർത്ഥവും ബാനിഷിനുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് ഇതിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്ത് പറയാം? ബാനിഷ് എന്ന് പറയാം. ഓസ്ട്രസൈസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണ്? ബാനിഷ് എന്നാണ്. ഇനി ബാക്കിയൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ബിലിറ്റിൽ എന്ന് വെച്ചാൽ എന്താർത്ഥം? കൊച്ചാക്കി കാണിക്കുക, അല്ലെ കുറച്ച് കാണുക, അതാണ് ബിലിറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബിഗായൽ എന്ന് വെച്ചാൽ എന്താണ്? വഞ്ചിക്കുക എന്നാണ് അർത്ഥം. ഡിസീവ് എന്ന് പറയാം. ഇനി ബിസീജ് എന്ന് വെച്ചാൽ എന്താർത്ഥം? ബന്ധിയാക്കുക എന്നാണ് ബിസീജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഓസ്ട്രസൈസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ബാനിഷ് ആണ് കറക്റ്റ് ആൻസറായി വരിക. ബാനിഷ്, എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? പ്രൊഫിലാക്റ്റിക്. പ്രൊഫിലാക്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആന്റോഗണിസ്റ്റിക് ആയിരിക്കുമോ, ടോക്സിക് ആയിരിക്കുമോ, പ്രിവെന്റീവ് ആണോ, പർഗേറ്റീവ് ആണോ? എന്താണ് ആന്റോഗണിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എതിർത്ത് നിൽക്കുന്ന, എതിർക്കുന്ന. ടോക്സിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിഷം കലർന്ന എന്നാണ് ടോക്സിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിവെന്റീവ് എന്ന് വെച്ചാൽ എന്താ? തടയുന്നത്. പർഗേറ്റീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ശുദ്ധീകരിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ എന്താ പ്രൊഫിലാക്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തടയുന്നത് എന്നാണ്. എന്താണ്? തടയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ അർത്ഥം എന്തായിരിക്കും? പ്രിവെന്റീവ് എന്നുള്ളതാണ്. അതായത് ഇതായിരിക്കും എൻ്റെ സിനോണിമായി വരിക. അപ്പൊ പ്രൊഫിലാക്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്തായിരിക്കും? പ്രിവെന്റീവ് എന്നായിരിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കാം. കോഡിൽ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹഡിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, സാറ്റിസ്ഫൈ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രൊട്ടക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ചീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പം എന്തായിരിക്കും നോക്കാം. ഹഡിൽ എന്ന് വെച്ചാൽ എന്താർത്ഥം? കൂട്ടം എന്നർത്ഥം. തിങ്ങിക്കൂടി നിൽക്കുന്ന കൂട്ടം എന്നൊക്കെയാണ് ഹഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാറ്റിസ്ഫൈ തൃപ്തിപ്പെടുത്തുക, പ്രൊട്ടക്ട് സംരക്ഷിക്കുക, ചീറ്റ് വഞ്ചിക്കുക. കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? തൃപ്തിപ്പെടുത്തുക എന്നർത്ഥം. കോഡിൽ അല്ലെങ്കിൽ പാമ്പർ ചെയ്യുക എന്നൊരർത്ഥം ഉണ്ട് കോഡിൽ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മളെ പാമ്പർ എന്നൊരർത്ഥം വാക്കില്ല, പിന്നെ സാറ്റിസ്ഫൈ എന്നുണ്ട്. അപ്പോൾ തൃപ്തിപ്പെടുത്തുക എന്നർത്ഥം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കോഡിലിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്തെടുക്കാം? സാറ്റിസ്ഫൈ എടുക്കാം. ഇതാണ് സാറ്റിസ്ഫൈ. കോഡിൽ എന്ന് പറയുമ്പോൾ അതിന്റെ സിനോണിം എന്താണ്? സാറ്റിസ്ഫൈ എന്നാണ്. ഇനി അടുത്ത വാക്ക് നോക്കാം, ഫ്ലിംസി. ഫ്ലിംസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്, സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫണ്ണി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇറാഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്, വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, പാർട്ടിസൺ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫണ്ണി? ചിരിയുള്ള വാക്കുന്ന അല്ലെങ്കിൽ തമാശയുള്ള എന്നൊക്കെയാണ് ഫണ്ണി. ഇറാഷണൽ എന്ന് വെച്ചാൽ എന്താ? യുക്തിയില്ലാത്ത, യുക്തിക്ക് നിരക്കുന്നത്, അതാണ് ഇറാഷണൽ. വീക്ക് എന്ന് വെച്ചാൽ ദുർബലമായ. ഓക്കെ. പാർട്ടിസൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പക്ഷപാതമുള്ള ആണ് പാർട്ടിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഫ്ലിംസി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദുർബലമായതെന്നാണ് ഫ്ലിംസിയുടെ അർത്ഥം. അപ്പൊ അതിന്റെ സിനോണിമായിട്ട് നമുക്ക് എന്തെടുക്കാം? വീക്ക്. വീക്ക് എന്ന് പറയുന്ന വാക്കിനാണ് സെയിം മീനിങ് ഉള്ളത്. ഇപ്പൊ ഫ്ലിംസിയുടെ സിനോണിമായിട്ട് നമുക്ക് വീക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നിങ്ങൾ മനസ്സിലായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.